പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുദിനം തിരുവചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 53-ാം വാക്യം. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. ഈ വേദഭാഗത്തിലെ ആദ്യ ഭാഗം ചിന്തയ്ക്ക് ആധാരമായി എടുക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം നാം പഠിച്ചു വരുമ്പോൾ ഈ ഭാഗം ഇവിടെ പറയുന്നത് യേശുവിൻ്റെ അമ്മയായ മറിയ തനിക്കുണ്ടായ വലിയൊരു സന്തോഷം 46-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. വലിയൊരു സന്തോഷം, വലിയൊരു ആനന്ദം അമ്മയായ മറിയയ്ക്ക് അവിടെ ഉണ്ടായി. അവിടെ ഒരു പദം ശ്രദ്ധിക്കണമേ. അപ്പോൾ മറിയ പറഞ്ഞത്, അതുവരെ മറിയ പറയാതിരുന്നത് അപ്പോൾ മറിയ പറഞ്ഞു. 26-ാം വാക്യത്തിൽ നിന്നും തുടർന്ന് വായിക്കുമ്പോൾ അവിടെ ഒരു ദൂതൻ വന്ന് മറിയയോട് ഒരു ദൂത് പറയുകയാണ്. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചുപോയി. മറിയ ഈ വാക്ക് കേട്ട് ഭ്രമിച്ചുപോയി. തുടർന്നുള്ള ദൂത് നീ ഭയപ്പെടണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം എന്ന ദൂത് അറിയിച്ചു. ഈ ദൂത് കേട്ടിട്ട് മറിയ എന്ത് ചെയ്തെന്ന് അറിയാവോ? യഹൂദ പട്ടണത്തിലേക്ക് ബന്ധപ്പെട്ടു പോയി. അവിടെ എലിശബത്തുണ്ട്. എലിശബത്തിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ എലിശബത്തും സക്കരിയാവും ഒരു ദൂത് കേട്ട് ആ ദൂത് ഏറ്റെടുത്ത് പ്രാപിച്ച് അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലേക്ക് 25-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 5 മാസം ഒളിച്ചു പാർത്തു. അപ്പം എലിശബത്തും ഗർഭിണിയാണ്, മറിയയും ഗർഭിണിയാണ്. രണ്ടുപേരും ദൂത് കേട്ട് സന്തോഷിച്ചില്ല, ദൂതം വന്നിട്ട് സന്തോഷിച്ചില്ല. പക്ഷേ രണ്ടുപേരും ഒരുമിച്ച് വന്നപ്പോൾ അവിടെ എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറയുക, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിൻ്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. സ്തോത്രം. ഈ ഒരു ആത്മാവിൻ്റെ ഐക്യത വെളിപ്പെട്ടപ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ, അതുവരെ ഉണ്ടായ പ്രയാസങ്ങൾ മറിയയുടെ ഹൃദയത്തിൽ നിന്നും മാറിപ്പോയി. അപ്പോൾ മറിയ പറയുകയാണ്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. സ്തോത്രം. ഇതാണ് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം. അപ്പോൾ നമുക്കറിയാം, ദൂതം വന്നപ്പം അല്ല, ദൂത് കേട്ടപ്പോഴും അല്ല, പകരം ആത്മാവിലൊരു കൂട്ടായ്മ വന്നപ്പോൾ സ്തോത്രം മറിയയുടെ ഉള്ളം എന്ത് ചെയ്യാൻ തുടങ്ങി? ഉള്ളം തുടിക്കാൻ തുടങ്ങി. ആമേൻ. സ്തോത്രം. ഈ വാക്യത്തിൽ, ഈ വചനങ്ങളിൽ ഒരു ദൂതുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് തനിച്ച് എവിടെയെങ്കിലും തനിച്ച് പാർത്താൽ, വീട്ടുകാർ നമ്മുടെ അടുത്ത് വന്നാലോ, നാട്ടുകാർ വന്നാലോ, കൂട്ടുകാർ വന്നാലോ, ആര് വന്നാലോ തരാത്തതൊന്നുണ്ട്. അത് ആത്മാവിൻ്റെ ഐക്യതയിൽ, ആത്മാവിൻ്റെ കൂട്ടായ്മയിൽ വെളിപ്പെട്ടു വരും. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തനിച്ചായിപ്പോയി, ആരുമില്ല എന്നുള്ള ഭാരം ഇനി വേണ്ട കേട്ടോ. ആത്മാവിൽ കൂട്ടായ്മ നിങ്ങൾക്കുണ്ടോ? ഈ ആത്മാവിലുള്ള കൂട്ടായ്മയ്ക്കകത്ത് ദൈവം സംസാരിക്കുവാനിടയായിത്തീരും. അതുവരെ പറയാത്തത് അപ്പോൾ പറയാനിടയായിത്തീരും. അതുവരെ കേൾക്കാത്ത ദൈവ ശബ്ദം അപ്പോൾ കേൾക്കുവാനിടയായിത്തീരും. ആമേൻ. സ്തോത്രം. വിശപ്പ് എന്നൊരു കാര്യം ഇവിടെ നാം വായിച്ചല്ലോ. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. വിശപ്പ് മനുഷ്യന് അവൻ്റെ ദഹനപ്രക്രിയയുടെ ബന്ധത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്.
വിശപ്പ്. അതാരും പറഞ്ഞുണ്ടാക്കുന്നില്ല. വിശപ്പാർക്കും പറഞ്ഞുണ്ടാക്കാൻ പറ്റില്ല. അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതി അനുസരിച്ച് തന്നെ ഉളവായി വരുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തക ഭാഷ്യമനുസരിച്ച് ഇവിടെ പറയുന്നത് വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചെന്ന്. വിശന്നിരിക്കുന്നവരെ ആഹാരം കൊണ്ട് നിറച്ചെന്നല്ല പറയുന്നത്. വചനം വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നീതിക്കായി വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതിക്കായി വിശന്നു ദാഹിക്കുന്നവർ. ഇവിടെ നീതിക്കായി വക്കീലിനെ കണ്ടെന്നല്ല പറയുന്നത്, നീതിക്കായി കേസ് കൊടുത്തെന്നല്ല പറയുന്നത്, ആളെ കൂട്ടിയെന്ന് പറയുന്നില്ല, നീതിക്കായിട്ട് സമരം ചെയ്തെന്നോ നീതിക്കായിട്ട് യൂണിയൻ ഉണ്ടാക്കിയെന്നൊന്നും പറയുന്നില്ല. ഇവിടെ നീതിക്കായിട്ട് വിശന്ന് ദാഹിച്ചു അവരെ ഭാഗ്യവാന്മാരെന്ന് പറയുക, അവർക്ക് തൃപ്തി വരുമെന്ന വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിശപ്പ് കൊണ്ട് സംഭവിക്കുന്ന 2 കാര്യങ്ങൾ വചനാടിസ്ഥാനത്തിൽ വിശപ്പ് ഒരു ബൗണ്ടറി ആയിട്ടാണ് കാണുന്നത്. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ വിശന്നുകൊണ്ട് ക്ഷയിക്കും എന്ന് പറയുന്നു. അപ്പോൾ വിശപ്പ് കഴിഞ്ഞാൽ വചനത്തിൽ അടുത്ത കാര്യം വിശപ്പ് കൊണ്ട് ക്ഷയിച്ചു പോകും. വല്ലാത്തൊരു ക്ഷീണമുണ്ടാകും, വിശപ്പ് കൊണ്ട് ക്ഷയിച്ചു പോകും. ഇയ്യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടും വിശപ്പ് കൊണ്ടവർ മെലിഞ്ഞിരിക്കുന്നു. നമ്മൾ ചിലരെയൊക്കെ കാണാൻ പറയില്ലേ, അയ്യോ വല്ലാതെ മെലിഞ്ഞു പോയല്ലോ, ഷുഗറുണ്ടോ, മറ്റൊന്നിൽ രോഗമുണ്ടോ, എന്തു പറ്റി മെലിഞ്ഞു പോകാൻ കാരണം? എന്നാൽ ഇവിടെ പറയുക, ബുദ്ധിമുട്ടും വിശപ്പും കൊണ്ട് അവർ മെലിഞ്ഞിരിക്കുന്നു, ഷേപ്പ്ലെസ് ആയിപ്പോയി. അപ്പോൾ വിശപ്പിൻ്റെ അടുത്ത പടി ഷേപ്പ്ലെസ് ആയിപ്പോയി. ക്ഷീണം വന്നാൽ മെലിഞ്ഞു പോകും. ആത്മീയത്തിലെ ക്ഷീണം മെലിച്ചിലുണ്ടാകും. നിങ്ങളുടെ ആത്മീയത്തിലെ ക്ഷീണം, ഈ വിശപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് മാറുമ്പോൾ ക്ഷയിച്ചു പോകാനിടയായിത്തീരും. വിലാപങ്ങളുടെ പുസ്തകം 2:19 പറഞ്ഞു, അതിൻ്റെ ആ വാക്യത്തിൽ വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്നു എന്നൊരു പരാമർശമുണ്ട്. വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്നു. അപ്പോൾ വിശപ്പ് കഴിഞ്ഞാൽ അടുത്തത് തളർച്ചയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:17 അവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ഭാഗമാണ് ധൂർത്തുപുത്രൻ്റെ. എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. കണ്ടോ, വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. നമ്മുടെ ആദ്യം നമ്മൾ വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. അവിടെ ആത്മാവിൻ്റെ ഒരു ഐക്യത വെളിപ്പെട്ടു. അപ്പോൾ വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറയ്ക്കും. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നിങ്ങളുടെ ആത്മീയ വിശപ്പ് അത് നീതിക്കായിട്ടാണെങ്കിൽ അതിന് മറ്റൊരാശ്രയത്തിൻ്റെ അടുക്കിലേക്ക് പോകേണ്ട കാര്യമില്ല. ദൈവസന്നിധിയിൽ ഈ വിശപ്പ് ഒരു നന്മയ്ക്കാക്കി തീർക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ വിശപ്പ് ഒരു നന്മയായിത്തീരും. ഈ വിശപ്പ് ഒരു തൃപ്തി വരുന്ന അനുഭവത്തിലേക്ക് വരും. എന്നെ ക്ഷീണിപ്പിക്കത്തില്ല, എൻ്റെ ആത്മീയത്തെ ക്ഷീണിപ്പിക്കത്തില്ല, എൻ്റെ ആത്മീയത്തെ ക്ഷയിപ്പിക്കത്തില്ല, എൻ്റെ ആത്മീയത്തെ തളർത്തത്തില്ല, നശിച്ചു പോകുവാനിടയാകത്തില്ല. ഈ ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കേട്ട തിരുവെഴുത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾ വായിച്ചതുപോലെ വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറയ്ക്കുന്ന ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വിശപ്പൊരു ബൗണ്ടറിയാണ്. അടുത്തത് ക്ഷീണമായിരിക്കാം, തളർച്ചയായിരിക്കാം, ഷേപ്പ്ലെസ് ആയിരിക്കാം, നശിച്ചു പോകുന്ന അനുഭവമായിരിക്കാം. ആത്മാവിൻ്റെ ഐക്യത ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവി വചനം കേൾക്കുന്ന എല്ലാവരെയും വചനത്താൽ അനുഗ്രഹിക്കണമേ. അവർ ആത്മീയ ജീവിതത്തിൻ്റെ നിലവാരത്തെ സ്വർഗം മാറ്റണമേ. ഒരാത്മാവിൻ്റെ ഐക്യത എല്ലാവർക്കും വെളിപ്പെടുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ. ആത്മാവിൻ്റെ ഐക്യതയ്ക്കകത്ത് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ ഒരുമിച്ച് ചേർന്ന് കൂട്ടായ്മയ്ക്കകത്ത് കടന്നു വരുമ്പോൾ ദൈവം സ്ഥിതികളെ മാറ്റുന്നതിനായി, അവസ്ഥകളെ മാറ്റുന്നതിനായി, ബൗണ്ടറികളെ മാറ്റുന്നതിനായി നന്ദി പറയും. സ്തോത്രം. അടുത്ത കാൽവെപ്പ് എങ്ങനെയാകുമെന്ന് ആശങ്കപ്പെടുന്നവർക്കായി ദൈവത്തിൻ്റെ വചനം നന്മകളാൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹല്ലേലൂയ.